വളരെ നന്നായി പോകുന്ന ഒരു പ്രയർ ലൈൻ, എത്രയോ വർഷങ്ങളായി അനുഗ്രഹപ്രദമായി പോകുന്ന ഒരു പ്രയർ ലൈൻ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം എന്നെയും സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേഗം വചന ചിന്തയിലേക്ക് കടന്നു വരാം. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി ദൈവം എന്നിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. കൊലോസ്യ ലേഖനം 1-ന്റെ 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനത് വാക്യം പ്രതിവാക്യമായി വായിച്ചോളാം. ഒരുമിച്ച് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. നമുക്ക് വാക്യം പ്രതിവാക്യമായി ധ്യാനിക്കാം. അപ്പൊ ആദ്യം കൊലോസ്യർ 1-ന്റെ 21-22 ഞാൻ വായിക്കാം. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമുക്കറിയാം, വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. എങ്കിൽ പോലും അധികം പ്രസംഗങ്ങൾ ഇപ്പോൾ ഈ ലേഖനങ്ങളിലൊന്നും ഞാൻ കേൾക്കാറില്ല. കാരണം എന്തെന്ന് എനിക്കറിയില്ല. വളരെയധികം ദൈവശാസ്ത്രം ഉള്ള പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒന്നായ ഒരു ലേഖനമാണ് ഈ കൊലോസി ലേഖനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതൊരു കാരാഗ്രഹ ലേഖനമാണ്. ഏകദേശം AD 62 പൗലോസ് റോമ കാരാഗ്രഹത്തിൽ നിന്നും എഴുതിയ ഒരു ലേഖനമാണ് ഈ കൊലോസി ലേഖനം. കൊലോസിയ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. നമുക്കറിയാം, അതുപോലെ കൊലോസിയ ലേഖനം എഴുതുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെയധികം ദുരുപദേശങ്ങൾ കടന്നുകൂടിയ ഒരു സഭയിൽ പൗലോസിന് ഇത് എഴുതാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഏകദേശം വേദപണ്ഡിതന്മാർ പറയുന്ന ഏകദേശം 13-14 തരത്തിലുള്ള ദുരുപദേശങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുന്നത്. അതിൽ പ്രധാന ദുരുപദേശം എന്ന് പറയുന്നത് ദൂതന്മാരെ ആരാധിക്കുക, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ, അതുപോലെ ലോകത്തിൽ നിന്ന് വേർപെട്ട് ഒന്നിലും ഇടപെടാതെ ഒരു അസറ്റിക് ലൈഫ്, അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാതെ നാം തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതാണ് ക്രിസ്ത്യാനിത്വം. അതുപോലെ യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു ആഹ്വാനം നൽകുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ, അങ്ങനെ പലതരം ഉപദേശങ്ങൾ, ഏകദേശം ഒരു 13-14 തരത്തിലുള്ള ദുരുപദേശങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ഈ കൊലോസിയ ലേഖനം എഴുതുന്നത്. അതാണ് ഈ കൊലോസിയ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിൽ തന്നെ 1-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ കർത്താവിനെ പറ്റി, യേശുക്രിസ്തുവിനെ പറ്റി ഒരു വലിയ വിശദീകരണം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ നന്നായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് കൊലോസി ലേഖനം. അതിലെ 1-ാം അധ്യായം എന്ന് പറയുന്നത്. അതിലെ 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 21-ാം വാക്യത്തിന് മുമ്പ് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് പൗലോസോടെ പ്രതിപാദിക്കുന്നത്. അതൊരു പദ്യം അല്ലെങ്കിൽ ഒരു കാവ്യാത്മകമായാണ് പൗലോസ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് ആ കാവ്യാത്മകമായി ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ പറ്റി അനേക സംശയങ്ങളും യേശു ക്രിസ്തുവിനെ പറ്റി അനേക ദുരുപദേശങ്ങളും കടന്നുകൂടിയ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് കർത്താവ് ആരാണ് എന്ന് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ച് പൗലോസ് പറയുന്ന അവൻ അദൃശ്യനായ ദൈവത്തിന്റെയും പ്രതിമയും സർവ്വ സൃഷ്ടികളിലും ആദ്യജാതനുമാകുന്നു. പൗലോസ് ഉറപ്പിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്. കർത്താവായ യേശുക്രിസ്തു സർവ്വ സൃഷ്ടികളിലും ആദ്യജാതനാണ്. ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ, ഇംഗ്ലീഷിൽ പറയുന്നത്. സർവ്വ സൃഷ്ടികളിലും ആദ്യജാതൻ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. നമ്മെ സൃഷ്ടിച്ച ഒരു കർത്താവിനെയാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മെ മാത്രമല്ല, സകല ചരാചരത്തെയും ഭൂമണ്ഡലത്തെയും സകലത്തെയും സൃഷ്ടിച്ച ഒരു കർത്താവിനെയാണ് പൗലോസ് ഈ ലേഖനത്തിൽ, ഇതിന്റെ 1-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്. അവൻ സർവ്വത്തിനും മുന്നേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവൻ, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്ന ഒരു കാര്യമാണ് സഭയുടെ തലയായ ക്രിസ്തു. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തുവിനെ പറ്റിയാണ് പൗലോസ് പ്രതിപാദിക്കുന്നത്. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ ആദ്യമായി എഴുന്നേറ്റവനാകുന്നു. The first who resurrected, the first person who resurrected from the dead. മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട്
തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് കാവ്യാത്മകമായ രീതിയിൽ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ടാണ് 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. നമ്മുടെ പൂർവ്വകാലത്തിലെ സ്വഭാവത്തെയാണ് പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം എങ്ങനെയായിരുന്നുവോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, നാം വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, അതാണ് പൗലോസ് 21-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. മുമ്പേ, മുമ്പേ എന്ന് പറയുമ്പോൾ പൂർവ്വകാലം, ഭൂതകാലത്തിൽ നാം എങ്ങനെയായിരുന്നു. കറന്റ്ലി നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ഭൂതകാലത്തിൽ, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് പൗലോസോട് പറയുന്നത്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? നമുക്കറിയാം, വാക്യത്തെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഒരു വചനം നാം മനസ്സിലാക്കാൻ വേറൊരു വചനത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ അഭികാമ്യം. അതുകൊണ്ട് എഫേസ്യ ലേഖനം 2:12 പറയുന്നത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധം ഇല്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം എഫേസ്യ ലേഖനം 2:12 പൗലോസ് പറയുന്നുണ്ട്. അക്കാലത്ത്, എക്കാലത്ത്, മുമ്പേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു, അല്ലേ? നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്നു. നമ്മൾ ജാതികളായിരുന്നു. ഇസ്രായേൽ പൗരതയോട് യാതൊരുവിധ സംബന്ധവും ഇല്ലാത്ത ജനമായിരുന്നു നാം. അങ്ങനെ ജാതികളായിരുന്ന നാം വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. നമുക്ക് വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലായിരുന്ന ഒരു ജാതിയായിരുന്നു നാം ഓരോരുത്തരും, അല്ലെ ആ ജാതികളുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. പ്രത്യാശയില്ലാത്തവർ, യാതൊരുവിധ പ്രത്യാശയില്ലാത്തവർ. നാം നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു നാം. നിത്യനാശത്തിലേക്ക് പൊക്കോണ്ടിരുന്ന ഒരു ജനം, യാതൊരുവിധ പ്രത്യാശയില്ലാത്ത ഒരു ജനക്കൂട്ടം. ലോകത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ലോകത്തിൽ നാം ജീവിച്ച്, ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. പിന്നെ പൗലോസ് പറയുന്നത്, ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളു. ഇതെപ്പോഴും നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ലോകത്തിൽ നാം ദൈവമില്ലാത്തവരായിരുന്നു. നാം പ്രത്യാശയില്ലാത്ത ഒരു കൂട്ടമായിരുന്നു. നാം ജാതികളായിരുന്നു. ഇസ്രായേൽ പൗരതയോട് യാതൊരുവിധ സംബന്ധമില്ലാത്തവരായിരുന്നു. പാപം ചെയ്തുകൊണ്ട് പാപത്തിൽ ആനന്ദിച്ച് പാപത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു നമ്മൾ. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ നാം വെളിപ്പാട് വരെ നോക്കുകയാണെങ്കിൽ ഈ വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്റ്റോറിയുണ്ട്, ഒരു ലൈനുണ്ട്. ആ ലൈൻ എന്ന് പറയുന്നത്, കർത്താവ്, അല്ലെ ദൈവം നമ്മെ സൃഷ്ടിച്ചു, അല്ലെ? ദൈവം നമ്മെ വിശുദ്ധരായി തന്നെയാണ് സൃഷ്ടിച്ചത്. ഗ്ലോറിഫൈഡ് ബോഡീസ് ആയിട്ടാണ് സൃഷ്ടിച്ചത്, ആദാമിനെ ഹവ്വായെയും. എന്നാൽ അവർ പാപം ചെയ്തു വീണു. ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ, അങ്ങനെ പാപം ചെയ്ത പാപത്തിൽ പിന്നെ മനുഷ്യൻ വീണു, പാപത്തിൽ തന്നെ മുന്നേറിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കർത്താവ് പ്രവാചകന്മാരെ അയച്ചു, ദൈവം പ്രവാചകന്മാരെ അയച്ചു, ദൈവം രാജാക്കന്മാരെ അയച്ചു, ദൈവം ന്യായാധിപന്മാരെ നിയമിച്ചു, രാജാക്കന്മാരെ നിയമിച്ചു, പ്രവാചകന്മാരെ നിയമിച്ചു, പുരോഹിതന്മാരെ നിയമിച്ചു. പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ പലവിധ ആളുകളെ നിയമിച്ചിട്ടും ഈ പാപം എന്ന കാര്യത്തിനൊരു പരിഹാരമില്ലായിരുന്നു, അല്ലേ? അവർ ആണ്ടുതോറും കുറുപ്രാവിനെയും കാളകളെയും കോലാട്ട് കൊറ്റന്മാരെ ഒക്കെയും എവ്രി ഇയർ, എല്ലാ വർഷവും പാപപരിഹാരത്തിനായി യാഗമായി അർപ്പിച്ചു. എങ്കിൽ പോലും എവ്രി ഇയർ, എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ വർഷവും കൊണ്ടാടേണ്ടുന്ന ഒരു യാഗമായിരുന്നു ഇത്. എല്ലാ വർഷവും അവരുടെ പാപത്തെ അവർ തന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഈ യാഗത്തിലൂടെ. മറിച്ച് എന്നേക്കുമായ ഒരു പാപപരിഹാരം അവർക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ എല്ലാ വർഷവും യാഗം അർപ്പിച്ച്, കുറുപ്രാവിനെയും കോലാട്ടുകുറ്റിനെയും പശുക്കിടാവിനെയും യാഗം അർപ്പിച്ച്, തങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി യാഗം അർപ്പിച്ചു. എങ്കിൽ പോലും അവരുടെ പാപത്തിന് പെർമനന്റായ, എന്നേക്കുമായ ഒരു പരിഹാരം കിട്ടിയിരുന്നില്ല. പാപത്തിൽ തന്നെ അവർ തുടർന്നുകൊണ്ടിരുന്നു. ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെ പല പ്രാവശ്യം അവർ തെറ്റിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് പൂർണ്ണമായി ന്യായപ്രമാണം പാലിക്കാൻ പറ്റിയില്ല. 600-ൽ പരം പ്രമാണങ്ങളുള്ള ന്യായപ്രമാണം അവർക്ക് പാലിക്കാൻ പറ്റിയില്ല ഇസ്രായേൽ മക്കൾക്ക്. അങ്ങനെ അസരിയ കടന്നു വരുന്നു, ബാബിലോൺ കടന്നു വരുന്നു. നമുക്ക് കഥകളൊക്കെ അറിയാം. യെശയ്യാവും യെരമ്യാവും യെഹെസ്കേലും ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലായ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു ജനത,
പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പൊക്കോണ്ടിരുന്നൊരു ജനത. ഇടയ്ക്ക് കർത്താവ് വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിച്ചു. നമുക്ക് അബ്രഹാമിനെ കാണാം, യാക്കോബിനെ കാണാം, ദാവീദിനെ കാണാം, മോശയെ കാണാം, നോഹയെ കാണാം, ഹാനോക്കിനെ കാണാം, ഏലിയാവിനെ കാണാം, ഏലിശയെ കാണാം. അങ്ങനെ പലവിധ ആളുകളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ദൂത് പറയുവാൻ, അവർക്ക് പ്രവചനങ്ങളെ നൽകുവാൻ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ദൈവഹിതത്തിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. നമുക്കറിയാം യെശയ്യാവിനെയും യിരെമ്യാവിനെയും യെഹെസ്കേലിനെയും ഒക്കെയും ദൈവം എഴുന്നേൽപ്പിച്ചു ഈ ജനതയ്ക്കിടയിൽ. എന്താണ് ദൈവത്തിന്റെ മെസ്സേജ് അവർക്ക് നൽകുവാൻ? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, നിങ്ങൾ പാപത്തിലാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവമല്ലാതെ യാതൊരുവിധ ദൈവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകരുത്, നിങ്ങൾ വേറൊന്നിനെയും ആരാധിക്കരുത്. എന്നിട്ടും അവർ പാപത്തിൽ തന്നെ തുടർന്നു. അങ്ങനെ പാപത്തിൽ തുടർന്നുകൊണ്ടിരുന്ന ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നി, ദൈവത്തിന് തന്റെ കരുണ തോന്നി, ദൈവത്തിന് തന്റെ സ്നേഹം ഈ ജനതയോട് തോന്നി. അങ്ങനെ നമുക്കറിയാം, ഈ ജനതയെ രക്ഷിപ്പാൻ, പാപത്തിൽ കുളിച്ചു കിടന്നിരുന്ന ജനതയെ രക്ഷിപ്പാൻ, മുമ്പേ ദുഷ്പ്രവൃത്തികളിൽ നടന്നിരുന്ന, ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ മനസ്സുകൊണ്ട് അകന്നവരെ രക്ഷിപ്പാൻ, ശത്രുക്കളായിരുന്നവരെ രക്ഷിപ്പാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന് നമ്മോടുള്ള മനസ്സലിവ് കാരണമാണ് ദൈവം കർത്താവിനെ അയച്ചത്. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള കമ്പാഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സലിവ് കൊണ്ടാണ്, തന്റെ സ്നേഹം കൊണ്ടാണ്, തന്റെ ദയ കൊണ്ടാണ്, തന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ ദൈവം തന്റെ സ്വപുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ് കർത്താവിനെ അയച്ചത്? നമുക്കറിയാം, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി. പാപപ്രായച്ചിത്ത പരിഹാരമായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു താൻ ക്രൂശ് മരണം വരിച്ചു. അങ്ങനെ മുമ്പേ ദുഷ്പ്രവൃത്തികളിൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്ന നമ്മെ, ശത്രുക്കളായിരുന്ന നമ്മെ. എന്താണ് ഈ ശത്രുക്കൾ എന്ന് പൗലോസ് പറയാൻ കാരണം? നമുക്കറിയാം, എഫേസ്യ ലേഖനം 4:18 പറയുന്നു, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജനമായിരുന്നു നാം. ഓരോ വാക്കും പൗലോസിന്റെ ലേഖനങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ ഒരു ആഴമായ അർത്ഥമുണ്ട്, അത് നാം മനസ്സിലാക്കണം. അന്ധബുദ്ധികളായി, എന്തായാലും അന്ധകാരത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിരുന്നു നമ്മൾ. നമുക്ക് വെളിച്ചം താല്പര്യമില്ലായിരുന്നു, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു നമ്മൾ. അജ്ഞാനം നിമിത്തം, ഹൃദയ കാഠിന്യം നിമിത്തം. എത്ര മനോഹരമായ വാക്കുകളാ പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത്. എഫേസ്യർ 4:18. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. നമ്മുടെ മനം തഴമ്പിച്ചു പോയ ഒരവസ്ഥയിലായിരുന്നു നാം. എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവത്തെ വേണ്ട എന്നതുകൊണ്ടാണ്, നമുക്ക് വെളിച്ചം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നാം മനം തഴമ്പിച്ച്. ഹൃദയ കാഠിന്യ നിമിത്തം, നമ്മുടെ കാഠിന്യം നിമിത്തം, നമ്മുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് നാം ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞത്. നമുക്ക് ഇരുട്ടിനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ആഗ്രഹം ഇരുട്ടിനോടായിരുന്നു, നമ്മുടെ ഹൃദയം പാപാന്തകാരത്തോടായിരുന്നു. അങ്ങനെ പാപാന്തകാരത്തോട് സ്നേഹമുണ്ടായിരുന്ന, പാപാന്തകാരത്തിനോട് ഒബ്സസ്ഡ് ആയിരുന്ന ഒരു ജനതയായിരുന്നു നാം. സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു നാം ഓരോരുത്തരും, ജാതികളായിരുന്നു നാം ഓരോരുത്തരും. അതായത് എഫേസ്യർ 4:18 പറയുന്നത്, അന്ധബുദ്ധികളായ അജ്ഞാന നിമിത്തം. നമ്മൾ ജ്ഞാനത്തിലായിരുന്നു, സുബോധത്തിലല്ലായിരുന്നു. നമുക്ക് സുബോധമില്ലായിരുന്നു, നമുക്ക് ജ്ഞാനമില്ലായിരുന്നു. ദൈവം തരുന്ന ജ്ഞാനത്തെ വേണ്ട എന്ന് വെച്ച് ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന ഒരു ജനക്കൂട്ടമായിരുന്നു നാം. അതാണ് കൊലോസ്യ ലേഖനം 1:21 ശത്രുക്കളായിരുന്നു എന്ന് പറയുന്നത്. നമുക്ക് ഈ ജ്ഞാനം വേണ്ടായിരുന്നത് കൊണ്ട് നാം ദൈവത്തിന് ശത്രുത്വം കൽപ്പിച്ചു. ദൈവം നമ്മളോട് ശത്രുത കൽപ്പിച്ചില്ല, മറിച്ച് നാം ദൈവത്തോട് ശത്രുത കൽപ്പിച്ചു. നമുക്ക് ദൈവത്തെ ശത്രുവായിട്ട് കണ്ടാൽ മതിയായിരുന്നു. അതായിരുന്നു നമ്മുടെ പൂർവ്വകാല ജീവിതം. അങ്ങനെ ശത്രുക്കളായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു നമുക്ക്. റോമർ 8:7-8 പറയുന്നു, റോമർ 8:7-8 പറയുന്നത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതാ കുറച്ചുകൂടെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശത്രുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മുടെ ചിന്തകൾ ദൈവത്തിനെതിരായിരുന്നു. നമ്മുടെ ചിന്തകൾ ദൈവത്തോട് കൂടെ നടക്കുന്ന രീതിയിലുള്ള ചിന്തകളല്ലായിരുന്നു, മറിച്ച് ദൈവത്തോട് ശത്രുത്വം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ചിന്തകളായിരുന്നു നമ്മുടെ ജഡത്തിന്റെ ചിന്തകൾ. എന്നിട്ട് പൗലോസ് പറയുന്നത്, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 1:21 യഥാർത്ഥമായി എന്താണ് അർത്ഥമാക്കുന്നത് പൗലോസ്? എഫേസ്യർ 2:12 എഫേസ്യർ 4:18 റോമർ 8:7-8 പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? പല വാക്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് വായിച്ചത്.
നമ്മുടെ ജഡസ്വഭാവത്തിന് ദൈവത്തോട് കീഴ്പ്പെടുവാൻ മനസ്സില്ലായിരുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. കാരണം എന്താ? അവർ ശത്രുതയിലാണ്, അവർ അന്ധകാരത്തിലാണ്. അവർക്ക് ദൈവ സ്വഭാവം ഇഷ്ടമല്ലായിരുന്നു. ദിവ്യ സ്വഭാവത്തെ ത്യജിച്ച് ഈ പാപത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു നമ്മുടെ ജഡസ്വഭാവം. അങ്ങനെയുള്ള നമ്മൾ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അങ്ങനെ ജഡസ്വഭാവമുള്ള നമ്മളെ, ജഡസ്വഭാവം ഉണ്ടായിരുന്ന നമ്മളെ രക്ഷിപ്പാനാണ് കർത്താവ് കടന്നു വന്നത്. അപ്പോൾ ശത്രുത്വം നമ്മൾ കീപ്പ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്ന നാം, ദിവ്യ മനസ്സിനോട് താല്പര്യമില്ലാതെ, ദിവ്യ മനസ്സിനോട്, അതായത് ദൈവത്തിന്റെ മനസ്സിനോട് ചേർന്ന് നിൽപ്പാൻ കഴിയാതെ മനസ്സുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരവസ്ഥ. എന്തുകൊണ്ടാ? പാപം കൊണ്ട്. നാം പാപത്തെ സ്നേഹിച്ചത് കൊണ്ട്, നാം പാപത്തെ കൂട്ടുകാരനായി കരുതിയത് കൊണ്ട്, നമുക്ക് പാപത്തോടൊരു ആകർഷണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്ന ഒരു ശത്രുക്കളുമായി തീർന്നത്. ഈ പാപം നിമിത്തമാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നത്. അങ്ങനെ ആയിരുന്ന നമ്മെ, 22-ാം വാക്യം, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിർമ്മിച്ചു. അങ്ങനെ ഈ അവസ്ഥയിലായിരുന്ന നമ്മെ, ഏതവസ്ഥയിൽ? ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ, ദിവ്യ സ്വഭാവത്തോട് അനുരൂപമല്ലായിരുന്ന നമ്മെ, ദൈവിക സ്വഭാവത്തോട് അനുരൂപമില്ലായിരുന്ന നമ്മെ, ശത്രുക്കളായിരുന്ന നമ്മെ, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന ഒരു ജനക്കൂട്ടത്തെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന നമ്മെ, അല്ലെ, ക്രിസ്തുവിനെ കൂടാതെ ഇരുന്ന നമ്മെ, അന്ധകാരത്തിൽ കിടന്നിരുന്ന നമ്മെ, അജ്ഞാന നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന നമ്മെ രക്ഷിപ്പാൻ അവന്റെ മുൻപിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിർമ്മിച്ചു. ആര്? കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്താൽ ദൈവത്തോട് നമ്മെ ഇപ്പോൾ നിരപ്പിച്ചു. അത് നമ്മുടെ യോഗ്യത നിമിത്തമല്ല. അതാണ് പൗലോസ് കൃത്യമായി അവിടെ പറയുന്നത്. അവന്റെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? ദൈവത്തിന്റെ മുമ്പിൽ, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. 3 പ്രയോഗങ്ങളാണ് പൗലോസ് അവിടെ നടത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. നമുക്ക് എഫെസ്യ ലേഖനം തന്നെ 1-ാം അധ്യായത്തില് അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്കറിയാം, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത ഒരു ദൈവം, അല്ലെ? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത ദൈവം എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? അതിന്റെ പർപ്പസ് എന്തുവായിരുന്നു? അതിന്റെ ലക്ഷ്യം എന്തുവായിരുന്നു? എന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധന്മാരും നിഷ്കളങ്കരുമായി നമ്മെ നിർത്തേണ്ടതിന്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരുമാകുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ദൈവത്തിന്. ഉറപ്പായും ദൈവത്തിന്റെ മനസ്സലിവ് കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ് ആ സ്നേഹത്തിന്റെ കാരണം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന് നമുക്ക് യാതൊരു യോഗ്യതയും പറവാനില്ല. നമുക്ക് യാതൊരുവിധ സ്ട്രെങ്സോ എബിലിറ്റീസോ ക്വാളിഫിക്കേഷനോ പറയുവാനില്ല. നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ യോഗ്യത എന്തായിരുന്നു? നമ്മുടെ യോഗ്യത നാശകരമായി കുഴിയിൽ കിടന്നിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ യോഗ്യത. പാപത്തിൽ കുളിച്ച് കിടന്നിരുന്നു എന്ന് മാത്രമായിരുന്നു നമ്മുടെ യോഗ്യത. അന്ധകാരത്തെ സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമായിരുന്നു നമ്മുടെ യോഗ്യത. അതൊരു യോഗ്യതയായി പറയുവാനും നമുക്ക് കഴിവില്ല. കാരണം അതൊരു യോഗ്യതയല്ല. മറിച്ച് അയോഗ്യരായിരുന്ന ഞങ്ങളെ, അയോഗ്യരായിരുന്ന നമ്മൾ ഓരോരുത്തരെ, അയോഗ്യരായിരുന്ന നമ്മെ യോഗ്യനായ കർത്താവ്, സകലത്തിലും യോഗ്യനായ കർത്താവ് സ്നേഹിച്ചു. അങ്ങനെ നാശകരമായ കുഴിയിൽ കിടന്നിരുന്ന നമ്മെ കർത്താവ് വീണ്ടെടുത്തു. അതാണ് പൗലോസ് 22-ാം വാക്യത്തിൽ പറയുന്നത്. ആ വീണ്ടെടുപ്പിന്റെ ഒരു വിശദീകരണമാണ്. എന്താണ് പറയുന്നത്? അവന്റെ മുൻപിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. കർത്താവിന് നമ്മെ ഒരു സ്റ്റാറ്റസിൽ നിർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിടുവിച്ചത്. ആ സ്റ്റാറ്റസ് എന്തുവായിരുന്നു? ആ സ്റ്റാറ്റസിന്റെ എക്സ്പ്ലനേഷൻ ആണ് 3 പ്രയോഗങ്ങൾ പൗലോസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാർ, ഹോളി; നിഷ്കളങ്കർ, ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവർ, വിത്തൗട്ട് ബ്ലെമിഷ് ഇംഗ്ലീഷിൽ. ഹോളി, ബ്ലെയിംലെസ് ആൻഡ് വിത്തൗട്ട് ബ്ലെമിഷ്. അങ്ങനെ 3 പ്രയോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാരായി നിർത്തേണ്ടതിന്, നിഷ്കളങ്കരായി നിർത്തേണ്ടതിന്, കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന്. നമ്മുടെ കുറ്റം എന്തുവായിരുന്നു? നമ്മുടെ കുറ്റം നാം ദൈവത്തിൽ നിന്ന് അകന്നു എന്നതായിരുന്നു ഒരു കുറ്റം. പാപത്തിൽ കിടന്നിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ കുറ്റം. ദൈവത്തെ വേണ്ട, നമുക്ക് അന്ധകാരത്തെ മതി, നമുക്ക് പാപത്തെ മതി എന്ന് തീരുമാനമെടുത്ത് പാപത്തെ സ്നേഹിച്ചു പോയിരുന്ന ഒരു ജനത, അതായിരുന്നു നമ്മുടെ കുറ്റം.
ആ കുറ്റമില്ലാത്തവരായി എന്ന് പറയുമ്പോൾ പാപമില്ലാത്തവരായി, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക, ആ കുറ്റം നമ്മിൽ നിന്ന് അകറ്റുക, ആ കുറ്റം നമ്മുടെ മേൽ ചുമത്തിയിരുന്ന കുറ്റം നമ്മിൽ നിന്ന് അകറ്റുക, ആ കുറ്റം മാറ്റുക. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആകേണ്ടതിന്. നമുക്ക് യൂദായുടെ ലേഖനം അതിന്റെ 24-ാം വാക്യം നമുക്കറിയാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ ആരാ? ദൈവമാണ്. അങ്ങനെ ദൈവത്തിന് മാത്രമാണ് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് ദൈവത്തിന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളത്. നമുക്ക് നമ്മളെ തന്നെ നിർത്തുവാൻ കഴിവില്ല. നമുക്കതിനുള്ള കഴിവില്ല. നമുക്കങ്ങനെ യാതൊരുവിധ ശ്രേഷ്ഠതയും പറവാനില്ല. നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നാം പാപത്തിൽ കിടന്നിരുന്നു എന്ന് മാത്രമാണ്. അങ്ങനെ പാപത്തിൽ കിടന്നിരുന്ന നമ്മെ ദൈവം വിടുവിച്ചു. പാപത്തിൽ കിടന്നിരുന്ന നമ്മെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വിടുവിച്ചു. വേറൊരു വാക്യം തീത്തോസിന്റെ ലേഖനം 2:14, തീത്തോസ് 2:14 പറയുന്നു, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, സകല അധർമ്മത്തിൽ നിന്നും. അതിന് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. എല്ലാവിധ പാപങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുവാനും സൽപ്രവൃത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി. ഈ സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. നമുക്കറിയാം എഫേസ്യ ലേഖനം 2-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്, 2:10 അത് പറയുന്നുണ്ട്. വർക്ക്മാൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആ ദൈവത്തിന്റെ ദാനമാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീടുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സൽപ്രവൃത്തിക്കായിട്ട് നമ്മെ രക്ഷിച്ചു. സൽപ്രവൃത്തികളാൽ അല്ല രക്ഷിച്ചത്, കൃപയാലാണ് രക്ഷിച്ചത്. എന്നാൽ കൃപയാൽ രക്ഷിച്ച ദൈവം നമ്മെ സൽപ്രവൃത്തിക്കായിട്ട് രക്ഷിച്ചു. അങ്ങനെ സൽപ്രവൃത്തികളിൽ മുഴുകുവാൻ, ദുഷ്പ്രവൃത്തികളിൽ മുഴുകിയിരുന്ന നമ്മെ സൽപ്രവൃത്തികളിൽ മുഴുകുവാൻ വേണ്ടി ദൈവം രക്ഷിച്ചു. അപ്പൊ ഭൂതകാലത്തിൽ നാം ദുഷ്പ്രവൃത്തികളിൽ ആയിരുന്നു. എന്നാൽ വരുന്ന കാലത്തിൽ, അല്ലെങ്കിൽ ഈ പ്രസന്റ് കാലഘട്ടത്തിൽ, വരുവാനുള്ള കാലത്തിൽ സൽപ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം കർത്താവിലൂടെ നമ്മെ രക്ഷിച്ചത്. അതാണ് തീത്തോസ് 2:14 പറയുന്നത്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ളവർ, അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട്, ശുഷ്കാന്തി, അതിൽ നമുക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാവണം. സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ശുഷ്കാന്തി ഉള്ള ഒരു മനോഭാവം നമുക്ക് വേണം. തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനും തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഒരു ഉദ്ദേശം ആണ് നാം ഇവിടെ വായിച്ചത്. ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരാകേണ്ടതിന്, നിഷ്കളങ്കരാകേണ്ടതിന്, കുറ്റമില്ലാത്തവരെ നമ്മെ നിർത്തേണ്ടതിന്. എന്തിനാണ് അങ്ങനെ നിർത്തേണ്ടതിന്റെ ആവശ്യകത? കാരണം അതിന്റെ മുമ്പത്തെ വാക്യം പറഞ്ഞ പോലെ നാം ദുഷ്പ്രവൃത്തികളായിരുന്നു, നാം അശുദ്ധരായിരുന്നു, നാം പാപത്തിൽ രോഗികളായിരുന്നു. പാപം എന്ന രോഗം നമ്മെ പിടിവിട്ട് ദൈവേച്ഛ എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, ദൈവേച്ഛ എന്തെന്ന് വിവേചിപ്പാൻ കഴിയാതെ, ദൈവ ഇഷ്ടം എന്തെന്ന് വിവേചിപ്പാൻ കഴിയാത്ത ഒരു ജനക്കൂട്ടമായിരുന്നു നാം. അങ്ങനെ ദുഷ്പ്രവൃത്തികളായിരുന്ന, ദൈവത്തിൽ നിന്നകന്ന, ദൈവത്തോട് ശത്രുത്വം കൽപ്പിച്ചിരുന്ന ഒരു ജനതയെ വിടുവിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു, നമ്മുടെ ആവശ്യമല്ല. അതും നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. ദൈവത്തിന് നമ്മോട് സംസർഗം വേണമെന്നുള്ളത്. നമുക്ക് സംസർഗം വേണ്ടായിരുന്നു. കാരണം എന്താ? നമ്മൾ ദൈവത്തെ ശത്രുവായി കരുതിയിരുന്നു. നാം പാപത്തിൽ വീണു, ദൈവത്തോട് ശത്രുത്വം കൽപ്പിച്ച് നാം നമ്മുടെ വഴിക്ക് പോയി. എന്നാൽ ദൈവം നമ്മെ പിന്തുടർന്നു. ഒരു ഇടയൻ ആടിനെ പിന്തുടരുന്നത് പോലെ ദൈവം നമ്മെ പിന്തുടർന്ന്, ദൈവത്തിന് നമ്മോട് സംസർഗം വേണം എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചത്. അങ്ങനെ ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ മേൽ പ്രകാശിച്ചു. ദൈവം തന്റെ സ്നേഹം കാണിച്ചു, ക്രിസ്തുവിലൂടെ തന്റെ സ്നേഹം കാണിച്ചു. ദൈവം ക്രൂശിലൂടെ തന്റെ സ്നേഹം കാണിച്ചു. അതാണ് 22-ാം വാക്യത്തിൽ പറയുന്നത്, കുറ്റമില്ലാത്തവരെ നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. റിക്കൺസിലിയേഷനെ പറ്റിയാണ് പൗലോസോട് പ്രതിപാദിക്കുന്നത്. ദൈവത്തോട് സെപ്പറേറ്റഡ് ആയിരുന്ന നമ്മെ, ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന നമ്മെ ക്രൂശിലെ മരണത്താൽ ദൈവത്തോട് അടുപ്പിച്ചു. ആര്? കർത്താവായ യേശു ക്രിസ്തു. ക്രൂശിലെ മരണത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് കർത്താവ് ക്രൂശിൽ നടത്തിയത്. ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് കർത്താവ് ക്രൂശിൽ നിർവഹിച്ചത്. നമ്മോടുള്ള സ്നേഹത്താൽ, നമ്മോടുള്ള കരുണയാൽ, നമ്മോടുള്ള ദയയാൽ, നമ്മോടുള്ള കൃപ നമ്മുടെ മേൽ കാണിച്ചത്. അവന്റെ കൃപ, കർത്താവിന്റെ കൃപ
നമ്മുടെ മേൽ കാണിച്ചത് ക്രൂശിലെ മരണത്താലാണ്. അങ്ങനെയാണ് നാം ദൈവത്തോട് നിരന്നത്. നമ്മൾ ദൈവത്തോട് റിക്കൺസൈൽ ആയത് കർത്താവിലെ ക്രൂശ് മരണത്താലാണ്. അവിടാണ് നാം നീതീകരിക്കപ്പെട്ടത്, അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഇത് ശരിയാണ്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്നാൽ പ്രസന്റില് നാം അത് അനുഭവിക്കുന്ന എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോഴാണ്. അതിന് കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ടാണ് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത്. അങ്ങനെ ദൈവം തന്റെ വെളിച്ചം നമ്മുടെ മേൽ പകർന്നു. എഫേസ്യർ 5:27 പറയുന്നു, കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതായത് കർത്താവ് സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കതയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു തന്നെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് പൗലോസ് പറയുന്നത്. എന്താണ് ഈ വാക്യത്തിന്റെ വേറൊരർത്ഥമാണ് കറ, ചുളുക്കം മുതലായ, വാട്ടം, മാലിന്യം, കറ. നമ്മൾ പാട്ടുകൾ പാടുന്നതാണല്ലോ. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നും ഏശാത്ത ഒരു സഭ, ഇവയൊന്നും ഇല്ലാത്തൊരു മണവാട്ടി സഭയെ ദൈവത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അങ്ങനെയുള്ള ഈ മണവാട്ടി സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. എത്ര എത്ര മനോഹരമായ അലങ്കാരിക പ്രയോഗങ്ങളാണ് പൗലോസ് നടത്തിയിരിക്കുന്നത്. കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ തനിക്ക് തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നാം കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നും ഏശാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു മണവാട്ടി സഭയെ ഫോം ചെയ്യുക എന്നുള്ളതാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ഈ സഭയുടെ ഭാഗമാണ്, അല്ലെ? ക്രിസ്തുവാകുന്ന സഭയുടെ തല. ആ ക്രിസ്തുവാകുന്ന സഭയുടെ തല എന്ന കർത്താവിന് മുന്നിൽ സഭയുടെ ശരീരത്തിന്റെ അംഗങ്ങളായ നാം ഓരോരുത്തരും വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കണം. അതിന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. 22-ാം വാക്യത്തിൽ ദൈവം ചെയ്ത കാര്യത്തെ പറ്റിയാ പറയുന്നത്, നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റിയല്ല. മറിച്ച് ദൈവം വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതാണ് ക്രൂശ് മരണത്തിലുള്ള കർത്താവ് ചെയ്തെടുത്തത്. പൊസിഷനലി സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്കൊരു സ്ഥാനം ലഭിച്ചു. എന്താണ് ആ സ്ഥാനം? വിശുദ്ധന്മാരാണ് എന്നുള്ള സ്ഥാനം. അത് നമ്മുടെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല, കർത്താവ് തന്റെ കൃപയാൽ നമുക്ക് നൽകിയൊരു സ്ഥാനമാണ് ഈ വിശുദ്ധർ എന്ന സ്ഥാനം. അതാണ് ഈ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് വേദപണ്ഡിതന്മാർ ഇംഗ്ലീഷിൽ പറയുന്നത്. പൊസിഷനലി നമ്മൾ സാങ്ക്ടിഫൈഡ് ആണ്, പൊസിഷനലി നമ്മൾ വിശുദ്ധന്മാരാണ്. നമുക്ക് ആ സ്ഥാനം ഇപ്പോൾ ദൈവം നൽകിയിട്ടുണ്ട്. നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മൾ പൊസിഷനിൽ, നമ്മൾ സ്ഥാനത്തിൽ വിശുദ്ധരാണ്. എങ്കിൽ തന്നെയും നമുക്ക് ഒരുപാട് ദൂരം പിന്നെയും ഉണ്ട്. തേജസ്കരണം വരെ പിന്നീടും ഒരുപാട് ദൂരമുണ്ട്. സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പിലേക്ക് കയറുന്ന ഒരു പ്രോഗ്രസീവ് വിശുദ്ധി നാം പാലിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവ് നമ്മെ നമുക്കൊരു വിശുദ്ധൻ എന്ന സ്ഥാനം നൽകി, വിശുദ്ധമതി എന്നൊരു സ്ഥാനം കർത്താവ് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നൽകും. എങ്കിൽ തന്നെയും ആ വിശുദ്ധിയിൽ നിന്നും പടിപടിയായി ഉയരുക, നമ്മുടെ തേജസ്കരണം വരെ പടിപടിയായി ഉയരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. അതല്ലേ ഫിലിപ്പിയ ലേഖനം 2:12-13 നമുക്കറിയാം. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്. ഭയത്തോടും വിറയലും കൂടെ നമ്മെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. രക്ഷ കഴിഞ്ഞ് പ്രവർത്തിക്കുക. രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് നാം ഭയത്തോടും വിറയലോടും കൂടി വേണ്ടി ആ രക്ഷയുടെ പൂർത്തീകരണത്തിനായി പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മല്ല പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ദൈവം പിന്നീട് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പം നാം മുമ്പേ വായിച്ചതുപോലെ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് മണവാട്ടി സഭയായി നമ്മെ കർത്താവ് വീണ്ടെടുത്തത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്, ശുദ്ധയും നിഷ്കളങ്കയുമായി നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ വേണ്ടി. അങ്ങനെ ദൈവം പിതാവായ പുത്രനെ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവ് നമ്മെ പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നീതീകരണത്തിനെ പറ്റി. നാം ഒരു കോടതിയിൽ ചെല്ലുമ്പോൾ, അല്ലെ, നാം ഒരു കോടതിയിൽ ചെല്ലുമ്പോൾ ചിന്തിക്കുക, ഒരു മെറ്റഫറാണ് ഞാൻ പറയുന്നത്. പിതാവായ ദൈവം ജഡ്ജായിട്ട് അവിടെ ഇരിക്കുന്നു. ഈ കോടതിയിൽ പിതാവായ ദൈവം ജഡ്ജായിട്ടിരിക്കുന്നു. കുറ്റാരോപിതരായ നാം ഒരു സ്ഥാനത്ത് മാറി നിൽക്കുന്നു.
അങ്ങനെ നമ്മുടെ കുറ്റം എന്താണ്? നാം പാപം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കുറ്റം. ദൈവം അവിടെ ജഡ്ജാണ്. ദൈവം ജഡ്ജ്, നാം കുറ്റാരോപിതർ. ആ ഒരു ഒരു പിക്ചർ നാം ആലോചിക്കുമ്പോൾ അവിടേക്ക് കർത്താവ് കടന്നു വരുന്നു. കർത്താവ് കടന്നു വന്ന് കർത്താവ് എന്താണ് പറയുന്നത്? കർത്താവ് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് കടന്നു വന്നു. കർത്താവ് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് കടന്നു വന്ന് ഒരു വക്കീലായി കടന്നു വന്ന് കർത്താവ് പറയുന്നു ദൈവത്തോട്, പിതാവായ ദൈവത്തോട്, ഇവരുടെ കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് കുറ്റം ഇല്ല. ആ കുറ്റമെല്ലാം ഞാൻ സ്വതവേ ഏറ്റെടുക്കുന്നു. എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട്, എനിക്ക് അവരോടുള്ള കരുണ കൊണ്ട്, എനിക്ക് അവരോടുള്ള മനസ്സലിവ് കൊണ്ട് അവർ ചെയ്ത കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ പിതാവായ ദൈവം ഒരു ശിക്ഷ വിധിക്കുന്നു, ക്രൂശ് മരണം എന്ന ശിക്ഷ. അത് സ്വതവേ കർത്താവ് ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്വതവേ ഏറ്റെടുത്ത് നമ്മോടുള്ള സ്നേഹത്താൽ കർത്താവ് ക്രൂശിലേക്ക് പോകുന്നു. ക്രൂശിലേക്ക് പോയി ക്രൂശ് മരണം വരിക്കുന്നു. അങ്ങനെ നാം നീതീകരിക്കപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുത്തും കർത്താവിന്റെ നീതി നമ്മെ ധരിപ്പിച്ചുമാണ് ക്രൂശ് മരണത്തിലൂടെ നാം വിടുവിക്കപ്പെട്ടത്. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു പിക്ചറാണ്. ജഡ്ജിയായ ദൈവം നമ്മെ കുറ്റാരോപിതരായിരുന്ന നമ്മെ വിടുവിച്ചത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു വോളണ്ടിയറായി വന്ന് പാപപരിഹാര പ്രായശ്ചിത്ത മരണം ഏറ്റെടുത്തു. അങ്ങനെ നമ്മുടെ പാപം ഏറ്റെടുത്ത കർത്താവ് തന്റെ നീതി നമ്മെ ധരിപ്പിച്ചു. അങ്ങനെ നാം നീതിമാന്മാരായി. എങ്ങനെ? ക്രിസ്തുവിൽ നാം നീതിമാന്മാരായി. ക്രിസ്തുവിലാണ് നാം നീതിമാന്മാരാകുന്നത്. നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിലാണ് നാം നീതിമാന്മാരാകുന്നത്. ക്രിസ്തുവിലാണ് നാം വിശുദ്ധരായി നിൽക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയാൽ നമ്മുടെ വിശുദ്ധി മാറിപ്പോകും. നമ്മുടെ വിശുദ്ധി ക്രിസ്തുവിൽ നിലനിൽക്കുന്നിടത്തോളം കാലമാണ്. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പിന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നു. 23-ാം വാക്യം, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. അത്ര മനോഹരമായ ഒരു വാക്യമാണ്. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ. വളരെ സൂക്ഷിച്ച് വായിക്കേണ്ട ഒരു വാക്യമാണ്. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ. പിന്നീടുള്ള കാര്യങ്ങൾ എന്താ? അടിസ്ഥാനപ്പെട്ടവർ, സ്ഥിരതയുള്ളവർ, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടവർ. നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ നമുക്ക് ഭാവിയിൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ട കാര്യത്തെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം? യോഗ്യത ഓഫ് കോഴ്സ് ദൈവം നമ്മെ വിടുവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏക യോഗ്യത. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യോഗ്യത. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് പിന്നെ ദൈവം നമ്മെ വിടുവിച്ചു, കൃപ നമ്മെ രക്ഷിച്ചു, എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് പോകാം എന്നുള്ള ചിന്താഗതി വേദപുസ്തകത്തിനെതിരാണ്. അങ്ങനല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നാം സന്തുലിതമായി വേദപുസ്തകം പഠിക്കണം. കൃപ നമ്മെ രക്ഷിച്ചു, ദൈവകൃപയാൽ നമ്മെ ദൈവം വീണ്ടെടുത്തു. എന്നാൽ നമുക്ക് ഒത്തതുപോലെ, നമുക്ക് തോന്നുന്നത് പോലെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നല്ല ദൈവം പറയുന്നത്, അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ നാം പഠിക്കുന്നത്, വചനത്തിലൂടെ നാം പഠിക്കുന്നത്. മറിച്ച് നമുക്ക് ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തമാണ് പൗലോസ് 23-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ് ഉത്തരവാദിത്തം? സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണ്? സുവിശേഷത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഇനിയും വരുവാനുള്ള ഒരു തേജസ്കരണമാണ്, അല്ലെ? സുവിശേഷത്തിന്റെ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ എന്തിലേക്കാണ്? തേജസ്കരണത്തിലേക്കാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. തന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും ചേർത്തുകൊള്ളുവാൻ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളവരായി, ആ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ, ആ പ്രത്യാശയിൽ നിന്ന് നാം മാറിപ്പോകരുത്. ആ പ്രത്യാശയിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരുപാട് സാധ്യതകൾ ഈ ലോകത്തിലുണ്ട്, അല്ലെ? നാം ഇപ്പോഴും പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പത്രവാർത്തകളൊക്കെ വായിച്ചാല് ഒരു 30-40 വർഷം അല്ലെങ്കിൽ 20, ഇവനൊരു 10 വർഷം മുമ്പും കേൾക്കാത്ത കാര്യങ്ങളാണ്. ലോകം പാപത്തിന്റെ ഒരു ആഴത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം മലയാള പത്രവാർത്തകൾ വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പല വാർത്തകൾ കേട്ട് നമുക്ക് പറയുവാൻ കഴിയാത്ത രീതിയിൽ, മ്ലേച്ഛകരമായ രീതിയിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രവിധ പാപങ്ങൾ, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധ പാപങ്ങളിലാണ് ആൾക്കാർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ പാപത്തിന് നമ്മെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട്, നമുക്കതറിയാം. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ്
ചുറ്റി നടക്കുന്നു, അല്ലെ? അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? നാം മുന്നോട്ട് നീങ്ങണം. കർത്താവിനെ ധ്യാനിച്ച് മുന്നോട്ട് നീങ്ങണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിനെ നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അങ്ങനെ സ്ഥിരതയോടെ ഓടുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഇടതും വലത്തും നോക്കിയാൽ പാപമാണ്. ഇടതും വലതും നോക്കിയാൽ നമ്മുടെ ദർശനം നമുക്ക് നഷ്ടപ്പെടും. കാരണം ഒരുപാട് സാധ്യതകൾ ഈ ഈ ഓട്ടത്തിൽ നമ്മെ വീഴ്ത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പാപം ഇങ്ങനെ നമ്മളെ സറൗണ്ട് ചെയ്ത് കിടക്കുക. അതിനിടയിൽ സുവിശേഷത്തിന്റെ പ്രത്യാശ, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവർ. എന്താണ് ഈ അടിസ്ഥാനപ്പെട്ടവർ എന്ന് പൗലോസ് പറയാൻ കാരണം? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എബ്രായ ലേഖനം 3:14, നമ്മുടെ വിശ്വാസം ആദ്യം മുതൽ അന്ത്യം വരെ ദൃഢമായി പിടിച്ചുകൊണ്ടിരുന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. എബ്രായർ 3:14 ഞാൻ വായിച്ചത്. നമ്മുടെ വിശ്വാസം ആദ്യം മുതൽ അന്ത്യം വരെ ദൃഢമായി പിടിച്ചുകൊണ്ടിരുന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നു. അപ്പോൾ ദൃഢമായി പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നമുക്ക് നൽകിയ വിശ്വാസം, ആ വിശ്വാസം ആദ്യം മുതൽ അന്ത്യം വരെ, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവ്, ഇതിലേതാദ്യം നടക്കുന്നോ അതുവരെ നാം ദൃഢമായി പിടിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നാം പിടിച്ചുകൊണ്ടിരുന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരും. അങ്ങനെ നാം പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറുവാൻ പറ്റും. അങ്ങനെ നാം പിടിച്ചുകൊണ്ടിരുന്നാൽ സുവിശേഷത്തിന് പ്രത്യാശയിൽ നിന്ന് നാം ഇളകാത്തവരായി തീരും. എഫേസ്യർ 3:17 പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി, അല്ലെ? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവർ. എഫേസ്യർ 3:17 പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം വേരൂന്നണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ അടിസ്ഥാനമുള്ളവരായി, ഡോക്ട്രിൻസിൽ അടിസ്ഥാനമുള്ളവരായി, ഉപദേശത്തിൽ അടിസ്ഥാനമുള്ളവരായി നാം നിൽക്കണം. അതുപോലെ 1 തീമോത്തി 4:16 പറയുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ ഉപദേശത്തിൽ നടക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹമാണ് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ അടിസ്ഥാനമുള്ളവരായി നിൽക്കുക. ക്രിസ്തുവാകുന്ന പാറമേലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു ജനമാണ് നാം ഓരോരുത്തരും. അങ്ങനെ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ ഉത്തരവാദിത്വം എന്തുവാ? ആ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ പാറമേൽ നിന്ന് മാറിപ്പോകരുത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്രിസ്തു നമ്മെ പിടിച്ചുകൊള്ളും. എങ്കിൽ തന്നെയും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഓരോ കാര്യങ്ങൾ ലേഖനത്തിലൂടെ പല അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലുള്ള പ്രധാന ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന നാം ഓരോരുത്തരും ആ അടിസ്ഥാനത്തിൽ നിന്ന് ഇളകാതെ ആ അടിസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്, പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാണ്. അപ്പോൾ സ്ഥിരതയുള്ളവരായിരിക്കണം നാം. ഇംഗ്ലീഷിൽ പറയുന്നത്, firmly established and steadfast and not moved away from the hope of the gospel. Firmly established, ശക്തിയുള്ളവരായി ഉറച്ചു നിൽക്കുക. അതായത് നമുക്കൊരു പിന്നീടൊരു ഇളക്കം സംഭവിക്കാൻ പാടില്ല. ആ രീതിയിൽ തന്നെ കർത്താവിൽ നാം ഉറച്ചു നിൽക്കണം. എന്നിട്ട് നോട്ട് മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് മാറിപ്പോവാതിരിക്കുക. അതും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്ന നാം അടിസ്ഥാനമുള്ളവരായാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ആ പാറയിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതകൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകൾ ഈ ലോകത്തിലുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പത്രവാർത്തകളൊക്കെ വായിച്ച് നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളാണ് ഈ ലോകത്തിൽ, ഒരുപാട് പാപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനമാണ് ഈ ലോകത്തിലുള്ളത്. ഒരുപാട് രീതിയിലുള്ള പാപങ്ങളാണ് ഈ ലോകത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ വിശുദ്ധരായി നിൽക്കുക എന്നുള്ളത് വളരെ 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 പാടുള്ള ഒരു കാര്യമാണ്. വളരെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല എത്രത്തോളം പാടാണെന്നുള്ളത്. അതിന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടിയേ തീരൂ. അങ്ങനെ ആത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ പറ്റുകയുള്ളൂ.
അങ്ങനെ ദൈവത്തോട് നാം സബ്മിസീവായി സറണ്ടർ ചെയ്ത് ജീവിക്കേണ്ട ഒരാവശ്യകതയുണ്ട്. ദൈവത്തോട് നാം താഴ്മയുള്ള മനോഭാവത്തോടെ കടന്നു വരേണം. പ്രാർത്ഥനയിൽ താഴ്മയുള്ള മനോഭാവത്തോടെ കടന്നു വന്ന് നമ്മെ തന്നെ സറണ്ടർ ചെയ്യേണ്ട ഒരു മനോഭാവം നമുക്കുണ്ടാവണം. അപ്പൊ പൗലോസ് പറയുന്നത്, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ. ഇപ്പൊ പൗലോസിനെ ദൈവം ശുശ്രൂഷകനാക്കി, പൗലോസിനെ ദൈവം അപ്പോസ്തലനാക്കി. അങ്ങനെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഈ വചനം ഘോഷിപ്പാനുള്ള ഒരു ഗോൾ, ഒരു ലക്ഷ്യമുണ്ട് പൗലോസിന്. അതാണ് പൗലോസിന്റെ ഉദ്ദേശം. സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ. പൗലോസ് പ്രസംഗിക്കുന്ന ഈ സുവിശേഷമാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, സുവിശേഷത്തെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. അതിനാണ് പൗലോസ് ശുശ്രൂഷനായി തീർന്നത്. പൗലോസ് വചനമാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ വചനം പ്രസംഗിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കണം. എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റും? ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടാൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റും. അതുപോലെ സ്ഥിരതയുള്ളവരായി നിൽപ്പാൻ സാധിച്ചാൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പറ്റും. വിശ്വാസത്തിൽ നിലനിൽപ്പാൻ നമുക്ക് ഒരാളെ ആവശ്യമുണ്ട്. ആരെയാ? ക്രിസ്തുവിനെ നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്തു ആകുന്ന പാറമേലാണ് നാം ഉറച്ചിരിക്കുന്നത്. ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ പറ്റില്ല. സഭയുടെ തലയായ ക്രിസ്തുവിനെ നമുക്ക് ആവശ്യമുണ്ട്. മണവാട്ടി സഭയ്ക്ക് ആവശ്യമുണ്ട്. ക്രിസ്തു ഇല്ലെങ്കിൽ സഭയില്ല. നമുക്കറിയാമല്ലോ, തലയില്ലെങ്കിൽ ശരീരമില്ല. അപ്പൊ ക്രിസ്തു ഇല്ലാതെ ഉള്ളൊരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. നമ്മുടെ കഴിവോ സാമർഥ്യമോ നമ്മുടെ ക്വാളിഫിക്കേഷനോ ഒന്നും നമുക്ക് പറവാനില്ല. രക്ഷിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ക്രിസ്തുവിനെയാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എല്ലാ ദിവസവും നാം ക്രിസ്തുവിനോട് കൂടെ നടക്കണം. യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കണം. യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി നടക്കണം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നാം ഓടണം. നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഉറപ്പുള്ളവരായി, സ്ഥിരതയുള്ളവരായി, അടിസ്ഥാനപ്പെട്ടവരായി നാം നിൽക്കണം. പാറമേൽ വീട് പണിത, മണ്ണിന്മേൽ വീട് പണിത ആ ഉദാഹരണം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേൽ വീട് പണിയുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ മണ്ണിന്മേൽ, ഈ ലോകത്തിലെ പല കാര്യങ്ങളുമേൽ വീട് പണിയുവാനല്ല. നാം നമ്മെ തന്നെ പണിയേണ്ടത് ക്രിസ്തു ആകുന്ന പാറമേലാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിന് പ്രത്യാശ എന്താണ്? സുവിശേഷത്തിന് പ്രത്യാശ എന്ന് പറയുന്നത് തേജസ്കരണമാണ്, സഭയുടെ പുനഃസ്ഥാപനമാണ്. അതിലേക്കാണ് നാം പൊക്കോണ്ടിരിക്കുന്നത്. ആ പ്രത്യാശയിലേക്ക് നാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ പ്രത്യാശയിലേക്ക് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പലവിധ തടസ്സങ്ങൾ നേരിടാം നാം, പലവിധ പ്രതിസന്ധികൾ നേരിടാം നാം. ഈ ലോകത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ട്. കർത്താവിന്റെ രണ്ടാം വരവ് വരെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. ഒരുപാട് വേദനകളിലൂടെ നാം പോകേണ്ടി വരും. ദൈവത്തിനും അതറിയാം. ചിലപ്പോൾ നമ്മെ ദൈവം വിടുവിക്കും. ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് ദൈവം സൗഖ്യം തരും. ചിലപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ തരും. ഇതൊക്കെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവം ഇന്നും വിടുവിപ്പാൻ ശക്തനാണ്. ദൈവം ഇന്നും കൃപ നൽകുന്ന ദൈവമാണ്. തന്റെ കൃപ ഒരു ലിമിറ്റില്ലാതെ നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തരും. പ്രശ്നങ്ങളിൽ നാം അകപ്പെടുമ്പോൾ അതിൽ നാം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ദൈവം നമുക്ക് പറഞ്ഞു തരും. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയും. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ ചൊരിയും. രോഗങ്ങൾ വരുമ്പോൾ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ സൗഖ്യമാക്കാതെ വരുമ്പോൾ ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ പ്രകാശിക്കും ആ രോഗത്തെ നേരിടുവാൻ. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ നാം പോകേണ്ടി വരും ഈ ലോകത്തിൽ. എങ്കിലും ഒരു കാര്യം നാം ഓർത്തിരിക്കണം, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേലാണവൻ. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അത് മാത്രമല്ല, കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ, കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ ദൃഢപ്പെടുത്തുവാൻ, നമുക്ക് ബലം നൽകുവാൻ, നമ്മെ കൗൺസിൽ ചെയ്യുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന ദൈവം. പരിശുദ്ധാത്മാവ് ഒരു പേഴ്സൺ ആണ്. പലപ്പോഴും ഇപ്പൊ പല കൺവെൻഷൻ പ്രസംഗങ്ങളും ഞാൻ കേൾക്കുമ്പോൾ വളരെ ദുഃഖിതനായി തീരാറുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ പറ്റി പറയാതെ പരിശുദ്ധാത്മാവിന് ഒരു കാറ്റായും തീയായും അഗ്നിയായും ഒക്കെ മാത്രം പ്രസംഗിക്കുന്ന ഒരു 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 കാര്യമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ
നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അവൻ നമുക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും, നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. റോമർ 8 നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ നാം ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല, നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നാം മനം തളർന്നു പോകേണ്ട ആവശ്യമില്ല. കർത്താവ് ദൈവം, കാരണം എന്താ? ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരു ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 24 വാക്യം പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതിന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു ഒരു തെറ്റിദ്ധാരണ വരാൻ കാര്യമുണ്ട്. കാരണം എന്താ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയെ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പൂർണ്ണമല്ലായിരുന്നു? പൂർണ്ണമായിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പൂർണ്ണമായിരുന്നു. എന്നാൽ എന്താണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പൗലോസ് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. അതിൽ തന്നെ വ്യക്തമാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇൻകാർണേറ്റ് ചെയ്തപ്പോൾ, ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷ വേളകളൊക്കെ ഇസ്രായേലിലായിരുന്നു, അല്ലെ? ഗലീലയിലും യെറുശലേമിലും യഹൂദയിലും ശമരിയയിലും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ സുവിശേഷം ഇസ്രായേലിന് പുറത്തേക്ക് അന്ന് പോയിട്ടില്ല. പുറത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് വാഗ്ദത്തം ചെയ്ത പോലെ നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ സാക്ഷികളായി അതിനെ പൂർത്തീകരണം വരുത്തുവാൻ വേണ്ടിയാണ് പൗലോസ് ഒക്കെ റോമിലേക്ക് യാത്ര ചെയ്യുന്നത്. പൗലോസ് ഇസ്രായേൽ വിട്ട് പൗലോസ് പിന്നെ പുറത്തോട്ട് പോകുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം. അപ്പം സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം, അന്ന് ലോകത്തിന്റെ അറ്റം എന്ന് പറയുന്നത് റോമാണ്. അപ്പം സുവിശേഷം അവിടെ വരെ എത്തി. അപ്പൊ കർത്താവിന് ചെയ്യുവാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് സുവിശേഷ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം പ്രസംഗിക്കുക, മാനസാന്തരത്തെ പറ്റി പ്രസംഗിക്കുക, പാപമോചനം നൽകുക, ക്രൂശിലേക്ക് തന്നെ ക്രൂശിലേക്ക് കടന്നു മരണം വരിക്കുക, ഉയർത്തെഴുന്നേൽക്കുക, വാഗ്ദത്തം നൽകുക, അങ്ങനെ സ്വർഗാരോഹണം ചെയ്യുക. ഇതായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നമുക്ക്, അല്ലെ, അപ്പോസ്തലന്മാർക്കൊരു ഉത്തരവാദിത്വം കൊടുത്തിട്ട കർത്താവ് പോയത് സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുക. അങ്ങനെ സുവിശേഷം എത്തിക്കുന്ന സമയത്ത് പൗലോസ് വളരെയധികം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. കാരാഗ്രഹവാസം നമുക്കറിയാം. ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തേക്ക് സുവിശേഷം എത്തിക്കുന്നതിന്റെ ഭാഗമായി പൗലോസ് വളരെയധികം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ കഷ്ടം കുറവായിരുന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിന്റെ കഷ്ടം പൂർണ്ണമായിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടത്തോട് നമുക്ക് കമ്പാരിസൺ പോലും ചെയ്യാൻ പറ്റില്ല പൗലോസിന്റെ കഷ്ടം. കാരണം കർത്താവ് ക്രൂശ് മരണമാണ് വഹിച്ചത് ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. പൗലോസ് അതൊന്നും ചെയ്തില്ല. പൗലോസ് ചെയ്തത് എന്താണ്? ക്രിസ്തു ക്രൂശിലത്തെ കഷ്ടം അനുഭവിച്ചു, തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. അതിനെ പൗലോസ് പ്രസംഗിച്ചു. ആ കാര്യത്തെ പറ്റി പൗലോസ് ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്ന വേളയിൽ പൗലോസ് വളരെയധികം കഷ്ടങ്ങളോട് കടന്നുപോയി. അങ്ങനെ ഇതിനോട് കോംപ്ലിമെന്റ് ആയിട്ട്, അതായത് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോട് കോംപ്ലിമെന്റ് ആയിട്ടാണ് പൗലോസ് തന്റെ കഷ്ടങ്ങളെ കാണുന്നത്. അല്ലാതെ കർത്താവിന്റെ കഷ്ടം കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കഷ്ടങ്ങൾ എടുത്ത് പൂരിപ്പിക്കുന്നു എന്നല്ല പൗലോസ് പറയുന്നത്. മറിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോട് കോംപ്ലിമെന്റ് ആയിട്ട്, അതിനോട് ആഡ് ചെയ്തുകൊണ്ട് പൗലോസ് തന്റെ കഷ്ടാനുഭവങ്ങളെ വിവരിക്കുകയാണ്. കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ എന്റെ കഷ്ടം ഒന്നുമല്ല. പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പൗലോസിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഈ സുവിശേഷം ജാതികളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് പൗലോസ് റോമിൽ വരെ എത്തി. കാരാഗ്രഹവാസത്തിലായിരിക്കുമ്പോഴാണ് നമുക്കറിയാം പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെ പൗലോസ് പറയുന്നു, കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് താൻ അനുഭവിക്കുന്ന പീഡകളിലൂടെ പൗലോസ് ചേരുകയാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ. അതാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് പൗലോസ് തന്റെ കഷ്ടാനുഭവങ്ങളെ ചേർക്കുകയാണ്. ക്രിസ്തുവിന് കഴിയാതിരുന്ന കാര്യം മുമ്പേ പറഞ്ഞു, ജാതിയുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് അത് ഏൽപ്പിച്ചിരുന്നത് അപ്പോസ്തലന്മാരെയാണ്. കർത്താവിന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും ക്രൂശ് മരണം വരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് പൗലോസിനെയും അതുപോലെ അപ്പോസ്തലന്മാരെയും പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ ഏൽപ്പിച്ചിരുന്ന ഒരു ദൗത്യമുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ നാം കാണുന്നത്. അങ്ങനെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തി. ആ സുവിശേഷം എത്തിച്ചപ്പോൾ ഇവരൊക്കെയും കഷ്ടം അനുഭവിച്ചു. അങ്ങനെ കർത്താവിന്റെ കഷ്ടങ്ങളോട് ചേർന്നു ഇവർ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് പൗലോസ് തന്റെ കഷ്ടങ്ങളോട് ചേരുകയാണ്.
എന്നിട്ട് പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം, ദൈവം പൗലോസിന് നൽകിയിരിക്കുന്ന ഉദ്യോഗം എന്താണ്? ദൈവവചന ഘോഷണമാണ്, അല്ലെ? ദൈവവചന ഘോഷണമാണ് പൗലോസിന് ദൈവം നൽകിയത്. അതാണ് പൗലോസ് പറയുന്നത്. എന്നാൽ വളരെ ദുഃഖമെന്ന് പറയട്ടെ, ഇന്നത്തെ സഭകളിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവവചന ഘോഷണം വളരെയധികം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. കൺവെൻഷനുകൾ നോക്കിയാലും സഭായങ്ങൾ നോക്കിയാലും ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നില്ല. എന്നെ വളരെയധികം അലട്ടുന്ന ഒരു ദുഃഖമാണ്. ദൈവം നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്ന ഈ ബൈബിൾ, 66 പുസ്തകങ്ങളുള്ള ബൈബിൾ, അതിന്റെ പൂർണ്ണതയിൽ ഇന്ന് പലയിടത്തും പ്രസംഗിക്കപ്പെടുന്നില്ല. മറിച്ച് ഓരോ വാക്യങ്ങൾ മുറിച്ച്, ഓരോ വാക്യങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ച്, അതായത് വാക്യത്തിന്റെ അർത്ഥം പറയുമല്ല, അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം വാക്യത്തിന് കൽപ്പിച്ച് അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാണ് പല വചനങ്ങളും പല വാക്യങ്ങളും പല പാസേജുകളും പ്രസംഗിക്കപ്പെടുന്നത്. ഈവൻ വചനം ആവശ്യമില്ല, അഭിഷേകം മതി എന്ന് പറയുന്ന രീതിയിലേക്ക് പെന്തിക്കോസ്തർ ഇന്ന്, നമ്മുടെ സഭ ഇന്ന് 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 അധപ്പതിച്ചിരിക്കുന്നു. എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അവിടെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന്. എല്ലാം നല്ലതാണ്. ഉണർവ് വേണം, അഭിഷേകം വേണം, കൃപാവരങ്ങൾ വേണം. ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. 1 കൊരിന്ത്യർ 12-14 വരെയുള്ള അധ്യായങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു. എന്നാൽ ഒരു സന്തുലിതമായ ദൈവവചനം നാം പഠിക്കണം, അല്ലെ? നാം എല്ലാം വേണം, എല്ലാം സന്തുലിതമായി മുന്നോട്ട് പോകണം. നാം എക്സ്ട്രീമിലേക്ക് ഒരു സൈഡ് പിടിക്കുവാൻ നാം പോകരുത്, മറിച്ച് എക്സ്ട്രീമിലേക്ക് നാം കടന്നു പോകരുത്. എല്ലാം സന്തുലിതമായി വേണം. ദൈവവചന ഘോഷണം അത്യാവശ്യമാണ്. കൃപാവരങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ സോവറിനായ ദൈവം, സർവാധിപതിയായ ദൈവം തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് കൃപാവരങ്ങൾ നൽകിത്തരും. ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കണം. ഇതെല്ലാം ഉള്ളതാണ്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം, അതാണ് ദൈവവചന ഘോഷണം. ദൈവവചനം പ്രസംഗിക്കപ്പെടണം. വചനത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വചനത്തിലൂടെയാണ് പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ദൈവം നൽകി തരുന്നത്. അപ്പോൾ വചനം പ്രസംഗിച്ചില്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തു, ഇതൊക്കെ അറിയാം. എന്നാൽ ഇതൊക്കെ എന്താണ് പിന്നെയും പ്രസംഗിക്കപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? നാം ജീവിക്കുന്ന ഒരു പാപലോകത്തിലാണ്. പാപം സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പാപത്തിലേക്ക് ആകർഷണം നമുക്കുണ്ടാകുമ്പോൾ ഇത് നമ്മെ റിമൈൻഡ് ചെയ്യണം. എന്ത്? ഈ വചനം നമ്മെ റിമൈൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരേ കാര്യം പിന്നെയും പ്രസംഗിക്കുന്നത്. കാരണം എന്താ? ഈ വചനം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണം. ഈ വചനം നമ്മെ റിമൈൻഡ് ചെയ്യണം. ഓരോ പ്രാവശ്യം നാം ടെംപ്റ്റേഷനിൽ അകപ്പെടുമ്പോൾ, നാം പരീക്ഷകളിലേക്ക് കടന്നു പോകുമ്പോൾ, ആയിരിക്കുമ്പോൾ വചനം പ്രസംഗിക്കപ്പെടേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പരീക്ഷകൾ അകപ്പെടുമ്പോൾ, പ്രശ്നങ്ങളായിരിക്കുമ്പോൾ, പ്രതിസന്ധികൾ നാം തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മെ റിമൈൻഡ് ചെയ്യും, നമ്മെ ഓർമ്മപ്പെടുത്തും. എന്താണ്? ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശ് മരണം വഹിച്ചു, കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ, കഷ്ടപ്പാടുകൾ, അത് നാം നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം. അത് നാം ഓർക്കുമ്പോൾ, അത് നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പിന്നീട് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ. ആ വചനം എന്താണ് ആ മോട്ടിവേഷൻ നൽകുന്നത്? എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? കർത്താവിന് വേണ്ടി നാം പിന്നെയും ഓടണം എന്നുള്ള മോട്ടിവേഷൻ. കർത്താവിന് വേണ്ടി നാം നടക്കണം, കർത്താവിനെ പിൻപറ്റി നാം മുന്നോട്ട് പോകണം എന്നുള്ള മോട്ടിവേഷൻ. അതുകൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കപ്പെടുന്നത്. ഈ വചനം പ്രസംഗിക്കപ്പെടുന്നത് നമുക്ക് കേട്ട് കൊള്ളാം, നല്ല വചനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാനല്ല, മറിച്ച് ഈ വചനം നാം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. അതിലെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, കേൾക്കുന്നവർ മാത്രമല്ല പ്രവർത്തിക്കുന്നവരുമാണ്. നോട്ട് ജസ്റ്റ് ഹിയറേഴ്സ് ഓഫ് ദ വേർഡ് ബട്ട് ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. നാം വചനം കേൾക്കണം, കേൾക്കുന്ന നാം വചനം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം, നാം ചെയ്യുന്നവരായി തീരണം. അപ്പോൾ പൗലോസിന് ദൈവം നൽകിയിരിക്കുന്ന ഉദ്യോഗം എന്തുവാ? വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവവചന ഘോഷണം നാം ഇന്ന് സഭകളിൽ അത്യാവശ്യമായിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളും ലേഖനങ്ങളും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഞാൻ കാണുന്നുണ്ട്. പലയിടത്തും അതില്ല. പഴയ നിയമത്തിൽ നിന്ന് എന്തൊക്കെയോ കഥകളൊക്കെയും പറഞ്ഞ് അന്ന് ചെയ്തത്, അന്ന് സൗഖ്യമാക്കിയ ദൈവം, അന്ന് വിടുതൽ നൽകിയ ദൈവം ഇന്നും തരാൻ ശക്തനാണ്, ഇന്ന് തരും എന്ന് പ്രോമിസ് ചെയ്ത്, കർത്താവ് ആരാണ്, ക്രൂശ് മരണം എന്താണ്, ഉയർത്തെഴുന്നേൽപ്പ് എന്താണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്തിനാണ് നൽകിയിരിക്കുന്നത്, ഇതൊന്നും പറയുന്നില്ല ആരും. മറിച്ച് പഴയ നിയമത്തിൽ നിന്നും പല കഥകളും എടുത്ത്, അതൊക്കെ ആവശ്യമാണ്, അല്ലെന്നറിയാം. 66 പുസ്തകങ്ങളും ദൈവവിശ്വാസിയുമാണ്. ഇതെല്ലാം നാം പഠിക്കുകയും വേണം.
എന്നാൽ പുതിയ നിയമ ലേഖനങ്ങൾ, സുവിശേഷങ്ങളൊക്കെയും ഇന്ന് അധികമായി പ്രസംഗിക്കപ്പെടേണ്ട കാര്യമുണ്ട്, ആവശ്യകതയുണ്ട്. പലർക്കും പലതും അറിയില്ല. പലർക്കും ഈ തിയോളജി എന്താണെന്ന് അറിയത്തില്ല. തിയോളജി എന്ന് പറഞ്ഞാൽ അലർജി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് എന്തോ പാപത്തെക്കാളും വെറുപ്പാണ് പല ശുശ്രൂഷകന്മാർക്കും ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് ദൈവശാസ്ത്രം? തിയോളജി എന്ന് പറയുന്നത് എന്താ? തിയോസ് ആൻഡ് ലോഗോസ് എന്നാണ്. ദൈവത്തെ പറ്റിയുള്ള പഠിക്കലാണ്. ദൈവത്തെ പറ്റിയാണ് നമ്മൾ ഈ വേദപുസ്തകത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞ് അഭിഷേകം മതി എന്ന് പറഞ്ഞാൽ എത്ര വൈരുദ്ധ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവാണ് ഈ വേദപുസ്തകം എഴുതിയത്, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ പലവിധ ഓതേഴ്സ് എഴുതിയതാണ് ഈ വേദപുസ്തകം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദപുസ്തകത്തെ തള്ളി പറഞ്ഞ് നമുക്ക് ഈ ഇതൊന്നും വേണ്ട, വചനം വേണ്ട, അഭിഷേകം മതി എന്ന് പറഞ്ഞ് എത്ര വൈരുദ്ധ്യം! നമ്മൾ ചിന്തിച്ചു നോക്കി, പരിശുദ്ധാത്മാവിന് എന്ത് തോന്നും? ഞാൻ പലവിധ ഓതേഴ്സിനെ കൊണ്ട് എഴുതിയ വചനം വേണ്ട, എന്റെ ഒരു കാര്യം, ഒരു അഭിഷേകം മാത്രം മതി എന്ന് പറയാൻ എത്ര വൈരുദ്ധ്യം നിറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ കൺവെൻഷൻ സ്റ്റേജുകളിലും സഭകളിലൊക്കെ കേൾക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നാം വചനം പഠിക്കണം. നാം വചനം പഠിച്ച് വചനത്തിൽ മുന്നേറി വചനത്തിൽ വേരൂന്നി ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ 26-ാം വാക്യം നാം വായിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിൽ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു ഈ മർമ്മം? 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്നു എന്ന മർമ്മമാണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. യുഗങ്ങളായി അനാദി യുഗങ്ങളായി രഹസ്യമാക്കിയിരുന്ന ഒരു മർമ്മം, രഹസ്യമായിരുന്ന ഒരു മർമ്മം വെളിപ്പെടുത്തിയിരുന്നില്ല ദൈവം. അനാദി യുഗങ്ങളായി ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്നുള്ളത്. ആ മർമ്മത്തെ ദൈവത്തിന്റെ സമയത്ത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തി. പിതാവായ ദൈവം തന്റെ പുത്രനെയെ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ മർമ്മമാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. എഫെസ്യർ 3:3-5 വരെ പറയുന്നു, ഞാൻ മുന്നമേ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച മർമ്മത്തെ പറ്റി എനിക്കുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഗ്രഹിക്കാം. എഫെസ്യർ 3:3-5 വരെ ആ ക്രിസ്തു എന്ന മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തി. കാലങ്ങളായി മറഞ്ഞിരുന്ന ഒരു മർമ്മം, ആ മർമ്മത്തെ വെളിപ്പെടുത്തി നമുക്ക് കാണുവാനുള്ള യോഗ്യത ദൈവം നമുക്ക് നൽകി തന്റെ ക്രൂശ മരണത്താൽ. നമ്മെ വീണ്ടെടുത്തതിലൂടെ ആ മർമ്മത്തെ ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് ബുദ്ധി നൽകി. ആ മർമ്മത്തെ ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് ജ്ഞാനം നൽകി. അത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്, ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണ്, അല്ലേ? എത്രയോ കാലങ്ങളായി മറഞ്ഞിരുന്ന ഒരു മർമ്മം. അതുപോലെ 1 കൊരിന്ത്യർ 2:7 പറയുന്നു. 1 കൊരിന്ത്യർ 2:7 പറയുന്നത്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും ഇതുവരെ മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ആ ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു. ക്രിസ്തു ആകുന്ന ജ്ഞാനത്തെ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്നാണ് പൗലോസ് 1 കൊരിന്ത്യർ 2:7 പറയുന്നത്. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതാണ് ഈ ക്രിസ്തുവിനെ. ക്രിസ്തു മരിക്കണമെന്നുള്ളത് മുൻ നിയമിച്ചതായിരുന്നു. ഇത് ഓർഡൈൻഡ് ആയിരുന്നു, ഇത് പ്രീഡെസ്റ്റൈൻഡ് ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 4 നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെ മറഞ്ഞിരുന്നു, അതായത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മം. ആ മർമ്മത്തെ പുതിയ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താ? സൗജന്യമായ രക്ഷ. ക്രിസ്തു എന്ന മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താണ്? സൗജന്യമായ രക്ഷയാണ് ദൈവം നമുക്ക് ദാനം ചെയ്തത്. തന്റെ കൃപയിലൂടെ, തന്റെ കരുണയിലൂടെ സൗജന്യമായ രക്ഷ ദൈവം ദാനം ചെയ്തു. അതുപോലെ റോമർ 16:25-26 വായിക്കുമ്പോൾ, വളരെ കാലങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചതും നിത്യദൈവത്തിന്റെ കൽപ്പന പ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ, ഇത്ര മനോഹരമായി പൗലോസ് എഴുതിയിരിക്കുന്നത് റോമർ 16:25-26, വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ചുള്ള എന്റെ സുവിശേഷത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം. ഇതൊക്കെയും ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറൊരു അവസരത്തിൽ ഞാൻ പിന്നീട് അത് പറയാം. ഞാൻ പെട്ടെന്ന് പോകട്ടെ. ഇപ്പൊ വളരെ കാലങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ചുള്ള എന്റെ സുവിശേഷത്തിനും. അപ്പൊ കർത്താവിന്റെ സുവിശേഷം വളരെയധികം കാലങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്നതാണ്. നിത്യദൈവത്തിന്റെ കൽപ്പന പ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാർ മുഖാന്തരം അവരുടെ എഴുത്തുകളാൽ ദൈവം ഒരു ഹിന്റ് കൊടുത്തു. നമുക്കറിയാം,
പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ ഒരു ഹിന്റ് ഉണ്ട്. ഏതാ? കർത്താവ് ഒരാൾ കടന്നു വരുന്നു എന്നുള്ളത്. അവർക്ക് പോലും അറിയില്ല മശിഹയാണ് കടന്നു വരുന്നത്. മോശയ്ക്കൊക്കെ അറിയായിരുന്നു ഒരാൾ കടന്നു വരുന്നു എന്നുള്ളത്. എന്നാൽ ആരായിരുന്നത് വ്യക്തമല്ലായിരുന്നു അവർക്ക്. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ, ഗലാത്യ ലേഖനം 4-4 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഒരു 2-3 വാക്യങ്ങളിൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ആ മർമ്മത്തെ വെളിപ്പെടുത്തി. രഹസ്യമായിരുന്ന മർമ്മത്തെ പരസ്യമാക്കിയ ഒരു ദൈവം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന നമ്മെ സൽപ്രവൃത്തികൾക്കായിട്ട് രക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വളരെ അധികം നാളുകളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തി. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് തോന്നിയ മനസ്സലിവ്, ആ കർത്താവ് എന്ന മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ തോന്നിയ കരുണ, ആ സ്നേഹം, അത് ഓർത്താൽ എത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കണം, അല്ലേ? എത്രമാത്രം പുകഴ്ത്തിയാൽ മതിയാവും, എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവും. എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. എന്നിട്ട് 28-ാം വാക്യത്തിൽ പറയുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പം അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവൻ ആയി നിർത്തേണ്ടതിന്. അപ്പൊ അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ പൗലോസിന് വ്യഗ്രതയുണ്ട്. പൗലോസിന് വളരെയധികം ആഗ്രഹമുണ്ട്. പൗലോസിന്റെ ഉദ്ദേശം തന്നെ ഈ സുവിശേഷം, ഈ ക്രിസ്തുവിനെ, ഈ മർമ്മത്തെ പറ്റി പ്രസംഗിക്കുവാനാണ്. എന്തിനാണ് പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കും. അപ്പൊ പൗലോസിന്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതാണ് പൗലോസിന്റെ ഉദ്ദേശം. പൗലോസിന്റെ ഉദ്ദേശം എന്ന് ഞാൻ പറയുന്നത്, ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവം പൗലോസിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ ഈ ഓരോരുത്തരെയും പൗലോസ് പ്രസംഗിക്കുന്ന ആരോടാണോ അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. ക്രിസ്തുവിനെ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ഉദ്ദേശം. നാം ഓരോരുത്തരുടെയും ഉദ്ദേശം എന്ന് പറയുന്നതും അത് തന്നെ ആയിരിക്കണം. ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കുക. നാം ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കുക. എങ്ങനെ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കാൻ പറ്റുന്നത്? നാം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിന്റെ ഉപദേശങ്ങളിൽ നിലനിൽക്കണം, അടിസ്ഥാനപ്പെട്ടവരായി നിലനിൽക്കണം. മുമ്പേ പറഞ്ഞതുപോലെ ഇളകാത്തവരായി നിൽക്കണം. അതിന് നമുക്ക് ഒരാളുടെ ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ട്, പരിശുദ്ധാത്മ ശക്തിയുടെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം ശക്തിപ്പെടുത്തുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവരായി നമ്മെ നിർത്തുക എന്നുള്ളതാണ്. അതാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. നമ്മെ കംഫർട്ട് ചെയ്യുന്ന, കൗൺസിൽ ചെയ്യുന്ന ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ്. അതോടുകൂടെ നമ്മെ ക്രിസ്തുവിൽ നിലനിർത്തുക എന്നുള്ളതും പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശമാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ദിനംതോറും പടിപടിയായി നമ്മെ ഉയർത്തി തേജസ്കരണം വരെ തികഞ്ഞവനാക്കുന്ന. അങ്ങനെയാണ് ഈ ലോകത്തിൽ നാം തികഞ്ഞവരാകത്തില്ല. നമ്മൾ എപ്പോഴോ തികഞ്ഞവരാകുന്നത്? നാം തികഞ്ഞവരാകുന്നത് തേജസ്കരണത്തിലാണ്. കർത്താവ് വീണ്ടും വരുമ്പോൾ നാം പൂർണ്ണമായി തേജസ്കരിക്കപ്പെടും. നമ്മുടെ ശരീരങ്ങൾ തേജസ്കരിക്കപ്പെടും. ഇപ്പോൾ നാം ഇപ്പോഴും പാപശരീരത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ പോലും നാം പാപശരീരത്തിൽ, ജഡസ്വഭാവത്തോട് നമുക്ക് ഇപ്പോഴും ഒരു ആകർഷണമുണ്ട്. എന്നാൽ കർത്താവ് വീണ്ടും വരുമ്പോൾ തന്റെ പ്രത്യക്ഷതയിൽ നാം തേജസ്കരിക്കപ്പെടും. അപ്പോൾ നാം പൂർണ്ണമായി പാപത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആവും. പൂർണ്ണമായി നാം ക്രിസ്തുവിൽ തികഞ്ഞവരാവും. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. യെരമ്യാവ് 3:15 യെരമ്യാവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടി മേയിക്കും. അതാണ് ഓരോ ഇടയനെ പറ്റി, ഓരോ ശുശ്രൂഷകന്മാരെ പറ്റിയും ദൈവത്തിന്റെ ഉദ്ദേശം. തന്റെ ആടുകളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കുക. ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ ദൈവം നൽകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആടുകളായ നമ്മെ ഓരോരുത്തരെയും ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ നയിക്കുക എന്നുള്ളതാണ്. നയിച്ചില്ലെങ്കിൽ നാം വഴിതെറ്റിപ്പോകും. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഇടയൻ എന്ന് പറയുന്നത്. എങ്കിൽ പോലും കർത്താവ് നമുക്ക് ഓരോരുത്തരെയും ഇടയന്മാരെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇടയന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആടുകളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കുക എന്നുള്ളതാണ്. അതുപോലെ 2 തീമോത്തി 2:24-25 കർത്താവിന്റെ ദാസൻ കലഹിക്കാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതിനും ആയിരിക്കണം. അതുപോലെ കൊലോസി ലേഖനം 3:16 പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം അത്യന്തികമായി സകല ജ്ഞാനത്തോടു കൂടി നിങ്ങൾ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നമ്മൾ വസിക്കുകയാണ്. ക്രിസ്തുവിന്റെ വചനം വസിച്ചാലേ നമുക്ക് നിലനിൽക്കുവാൻ പറ്റുകയുള്ളൂ. എങ്കിലേ നമുക്ക്
ഇളകാതെ ഉറച്ചു നിൽപ്പാൻ പറ്റൂ. എന്നാലേ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റൂ. എന്നാലേ നമുക്ക് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ച് ഈ വചനം നാം പ്രവർത്തിക്കണം. സംഗ്രഹിക്കുക മാത്രമല്ല, സംഗ്രഹിക്കുന്ന വചനം നാം പ്രവർത്തിക്കണം. നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഈ വചനത്തെ കൊണ്ടുവരണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി പാടണം. നമ്മുടെ ആരാധന സഭായങ്ങൾ മാത്രമല്ല, നമ്മുടെ ആരാധന 24 മണിക്കൂറും 7 ദിവസമായിരിക്കണം. മനസ്സ് പുതുക്കി നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തണം. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടേണ്ട ഒരു ആവശ്യകതയെ പറ്റി നാം കാണുന്നു. അങ്ങനെ നമുക്ക് അടിസ്ഥാനപ്പെട്ട് ഇളകാതെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റും. അങ്ങനെയാണ് 29-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ബലത്തോടെ എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതിനായി, ഏതിനായി? ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനായി. അതാണ് മുമ്പിലത്തെ വാക്യം പറയുന്നത്. ക്രിസ്തുവിൽ നമ്മെ ഓരോരുത്തരും തികഞ്ഞവരാക്കുവാനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ഉദ്ദേശം. അതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇളകാതെ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് മുന്നേറുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തനുമായ യേശുക്രിസ്തുവിനെ നോക്കി നാം ഓടുക. ഇതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. പാപേച്ഛകൾ നമുക്ക് കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം. മനുഷ്യൻ എന്ന രീതിയിൽ നാം ഇതൊക്കെ നേരിടേണ്ടതാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും വേദനയും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ ലോകത്തിലുണ്ട്. എങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മോട് കൂടെ വസിക്കുവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിത്തരും, നമ്മെ സത്യത്തിൽ വഴി നടത്തുന്നു. അപ്പോൾ നാം ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും നാം സേവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൊണ്ട് ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും നല്ലിച്ചതിൽ ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്. നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് ഈ വചനത്തെ പിൻപറ്റി, ഈ വചനത്തിൽ ഉറച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. അപ്പോൾ നാം ഇന്ന് എന്താണ് പഠിപ്പിച്ചത്? ഞാൻ എൻ്റെ ഉപസംഹാരത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മൾ കൊലോസ്യ ലേഖനം 1:21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിച്ചത്, അല്ലേ? നമ്മള് കർത്താവിന്റെ നിരപ്പിന്റെ ശുശ്രൂഷയെ പറ്റി പഠിച്ചു. നാം മുമ്പേ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി നാം പഠിച്ചു. നാം ദുഷ്പ്രവൃത്തികളിൽ ആയിരുന്നു. നാം ദൈവത്തോട് ശത്രുത്വം കൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു നാം ജീവിച്ചു പോയിരുന്നത്, അല്ലെ? ഭൂതകാലത്തിൽ നമ്മുടെ ജീവിതം അന്ധകാരം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ദൈവത്തോട് ശത്രുത്വം കൽപ്പിച്ച ഒരു ജീവിതമായിരുന്നു നാം ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. ദൈവത്തിന് നമ്മോടുള്ള കരുണയാൽ, നമ്മോടുള്ള സ്നേഹത്താൽ, നമ്മോടുള്ള കൃപയാൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ക്രിസ്തു നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് തന്നെത്താൻ യാഗമായി തീർന്ന് ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. ഇപ്പോൾ നാം ദൈവമക്കളാണ്. നാം ദൈവമക്കളായത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, തന്റെ ഉയർപ്പിനാൽ, തന്റെ പാപപരിഹാര പ്രായശ്ചിത്ത മരണത്താൽ നാം കർത്താവ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. അങ്ങനെ നാം ഇപ്പോൾ നിരപ്പുള്ളവരാ. എന്നാൽ ആ നിരപ്പ് പ്രാപിച്ച നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? നാം പഠിച്ചു. നാം സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാത്തവരായിരിക്കണം. വിശ്വാസത്തിന്റെ ഉപദേശങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. സ്ഥിരതയുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നാം പഠിച്ചത്. അപ്പൊ ഓർത്തിരിക്കുക, ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയിൽ ക്രിസ്തു നമ്മെ നിരപ്പിച്ചു. ക്രിസ്തു നമ്മെ നിരപ്പിച്ചതിന്റെ കാരണം എന്താണ് ഉദ്ദേശം? നാം സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാത്തവരായിരിക്കണം. വിശ്വാസത്തിന്റെ ഉപദേശങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. സ്ഥിരതയുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇത് 4 എങ്ങനെ സാധിക്കുന്നത്? നാം ക്രിസ്തുവിനോട് കൂടെ നടക്കണം. ഈ വചനത്തെ ദിനംതോറും ധ്യാനിക്കണം. ഈ വചനത്തെ ധ്യാനിച്ച് ഈ വചനത്തെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നാം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ നടപ്പാൻ പറ്റും. അങ്ങനെ നാം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നമുക്ക് ഇളകാതെ ഉറച്ചു നിൽപ്പാൻ പറ്റും. നാം ദൈവത്തോടു കൂടി വസിക്കണം. നമ്മുടെ ആരാധന ദൈവത്തോട് മാത്രമായിരിക്കണം. പലവിധ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് നമ്മുടെ ആരാധന ഏറ്റെടുക്കുക. എന്നാൽ നമ്മുടെ ആരാധന, നമ്മുടെ ഏകാഗ്രത ക്രിസ്തുവിനോട് മാത്രമായിരിക്കണം.
സ്തോത്രം. അങ്ങനെ നമ്മൾ പിന്നെയും പഠിച്ചത് എന്താണ്? ഈ മർമ്മമായ ക്രിസ്തു വെളിപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അങ്ങനെ ക്രിസ്തു എന്ന മർമ്മം രഹസ്യമായി വെച്ചിരുന്നു, നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ദൈവം ദാനമായി നൽകി തന്നു. ആ ക്രിസ്തുവിൽ പൂർണ്ണരായി മുന്നേറുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. അങ്ങനെ ക്രിസ്തുവിൽ തികഞ്ഞവരായി മുന്നേറുവാൻ നാം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദവചന ചിന്തയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം സംസാരിപ്പാൻ അവസരം നൽകിയ ബോസ്റ്റൺ പ്രയർ ലൈനോടും അതിന്റെ നേതൃത്വത്തിലുള്ളവരോടും എന്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.